അങ്കമാലിയിലാട്ടോ ഉള്ളത്. അങ്കമാലി വഴി പാസ് ചെയ്ത് പോയപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അങ്കമാലിക്കാരുടെ മാത്രം സ്വന്തം കറിയായ അങ്കമാലി മാങ്ങാക്കറി കഴിക്കാനായിട്ടൊരു കൊതി. ഒപ്പം പോർക്കക്കറി. പോർക്ക് ഞാൻ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് കഴിച്ചു കേട്ടോ. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടിപ്പം ആ പോർക്ക് കഴിക്കണമെന്ന് വലിയ പൂതിയൊന്നുമില്ല. എങ്കിലും അങ്കമാലി മാങ്ങാക്കറി കഴിക്കണമല്ലോ. നമ്മുടെ ട്രിവാൻഡ്രത്തൊന്നും ഇല്ലാത്ത സാധനമാണ് ഈ അങ്കമാലി മാങ്ങാക്കറി. അത് അങ്കമാലിയിൽ മാത്രമല്ലേ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ താടിക്കാരൻ ടച്ചിങ്സ് എന്ന് പറഞ്ഞ താടിക്കാരൻ ചേട്ടൻ്റെ കടയിലേക്ക് വന്നു. ഒരുപാട് യൂട്യൂബിൽ നല്ല റിവ്യൂസ് കണ്ടിട്ട് വന്നതാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, അങ്കമാലി തലേ ദിവസ കല്യാണ സദ്യ. ഇതും നമ്മുടെ ട്രിവാൻഡ്രത്തില്ല. ആകെ കൂടി ഒരു കല്യാണ സദ്യ ഉള്ളത് കല്യാണത്തിൻ്റെ അന്നാണ് കേട്ടോ. തലേന്നൊന്നും ഇങ്ങനെ ഒരു കല്യാണ സദ്യയില്ല. അപ്പോൾ പിന്നെ അത് ഇതിനെ സ്പെഷ്യൽ ഇങ്ങനെ ഓർഡർ ചെയ്ത് കേട്ടോ. അവിടെ സാധാ ഉള്ള ഊണ് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബീഫും പോർക്കും ഒക്കെ വെച്ച് തന്നു കേട്ടോ. സംഭവം ഇപ്പോൾ ഒരു ഊണ് പറഞ്ഞാൽ മതിയായിരുന്നു കേട്ടോ. അതിനോടൊപ്പം അഡീഷണൽ പോർക്കും ബീഫും ഒക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അത് നമുക്കറിയത്തില്ലല്ലോ. എന്തായാലും സദ്യ പറഞ്ഞു. 400 രൂപ കേട്ടോ ഈ ഒരു സദ്യയുടെ റേറ്റ്. ഏട്ടനാണെങ്കിൽ ബീഫും കപ്പയും പറഞ്ഞു. ശരി, എന്നാൽ പിന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ പോർക്കൊക്കെ കൊള്ളായിരുന്നു കേട്ടോ, ബീഫും കൊള്ളായിരുന്നു. ഞാൻ സദ്യയും പറഞ്ഞിട്ട് മെയിനായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നത് എന്തിനാണ്, ഈ അങ്കമാലി മാങ്ങാക്കറിക്ക്. ആ സെർവ് ചെയ്ത ചേട്ടൻ അങ്കമാലി മാങ്ങാക്കറിയുടെ കാര്യം മറന്നുപോയി എന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ പിന്നെ ചേട്ടനെ വിളിച്ചു, ചേട്ടാ മാങ്ങാക്കറി തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഒരു തൊട്ടിയിൽ കുറച്ച് മാങ്ങാക്കറി കൊണ്ടുവന്ന് അതിലൊഴിച്ചു തന്നു കേട്ടോ. സത്യം പറയാമല്ലോ, ഇതാണോ അങ്കമാലി മാങ്ങാക്കറി എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഒരു പക്ഷേ അങ്കമാലി മാങ്ങാക്കറി അതായിരിക്കാം. ഓരോ നാട്ടിനും അതിൻ്റേതായ ടേസ്റ്റ് ആണല്ലോ. നമ്മുടെ ട്രിവാൻഡ്രത്തെ ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ എറണാകുളത്തുണ്ടാവുക, എറണാകുളത്തെ ടേസ്റ്റ് ആയിരിക്കില്ല ട്രിവാൻഡ്രത്തിനുണ്ടാവുക. അപ്പോൾ ഇവിടെ എറണാകുളത്തുള്ളവർക്ക് ട്രിവാൻഡ്രത്ത് വന്നാൽ ചിലപ്പോൾ ഫുഡ് പിടിച്ചെന്ന് വരത്തില്ല, ട്രിവാൻഡ്രത്തുള്ളവർക്ക് എറണാകുളത്ത് വന്നാൽ ചിലപ്പോൾ ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അതാവാം സത്യം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ അങ്കമാലി മാങ്ങാക്കറി കഴിച്ചു കേട്ടോ. സത്യമായിട്ട് എനിക്കിഷ്ടമായില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബീഫും പോർക്കും ഒക്കെ വെച്ച് കഴിച്ചപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നില്ല കേട്ടോ. എന്തായാലും ഈ വലിയ ഹൈപ്പ് കൊടുത്ത സാധനം ഒന്നുമില്ല എന്നാണ് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിനെക്കാട്ടി നല്ല മാങ്ങാപ്പുളിശ്ശേരി നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടുമെന്ന് സത്യമായിട്ടും. അതുകൊണ്ട് ട്രിവാൻഡ്രത്തുള്ളവരാരും അങ്കമാലി മാങ്ങാക്കറി കഴിക്കാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല കേട്ടോ.